പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 36-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുന്നു. മാർച്ച് 23-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകളെ ഉദ്ധരിച്ച് ഈശോ സഹനദാസനാണ് എന്നുള്ള, ദൈവദാസനാണ് എന്നുള്ള ആ കാര്യം വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നു. മിശിഹായുടെ ക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും വായിച്ചു കേൾക്കുന്നത്. പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായാണല്ലോ ഈശോ വന്നത്. ഈശോയെ ആരാണെന്നും ഈശോ എന്ത് ചെയ്യുമെന്നും ഒക്കെ ഏറ്റവും കൂടുതലായി പ്രവചിച്ച ഒരു ദീർഘദർശി യെശയ്യാ പ്രവാചകൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പൂർത്തീകരണമായി ഈശോയുടെ ജീവിതം കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. ദൈവികതയുടെ വലിയ ലക്ഷണങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് ഇവിടെ പ്രവാചകൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ് ഈശോയെക്കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല, തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയുമില്ല. ഇപ്പോൾ നാടൊട്ടാകെ വരുന്ന ഇലക്ഷൻ്റെ കാലമാണ്. ഇലക്ഷൻ്റെ ഈ നാളുകളിൽ നമ്മുടെ നാടും വീടും വഴികളുമെല്ലാം കേൾക്കുന്നത് വലിയ ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും തർക്കങ്ങളുമൊക്കെയാണ്. വലിയ തർക്കങ്ങളും ബഹളങ്ങളും കാതടപ്പിക്കുന്ന ശബ്ദങ്ങളുമൊക്കെ നമ്മൾ ചുറ്റും ഓരോ ദിവസവും ഈ നാളുകളിൽ കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ വീടുകളിൽ TV ചാനൽ ചർച്ചകളിലുള്ള തർക്കങ്ങളും പാർട്ടിക്ക് ഉള്ളിലെ ബഹളങ്ങളും, അതുപോലെ വഴിയിലേക്ക് ഇറങ്ങിയാൽ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ശബ്ദകോലാഹലങ്ങളും എല്ലാമായി ഈശോ എന്തല്ല എന്ന് പറഞ്ഞു അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം പഴി പറഞ്ഞും കുറ്റം പറഞ്ഞും ഇല്ലാതാക്കാൻ ശ്രമിച്ചും മറ്റുള്ളവരുടെ ബലഹീനതകൾ എടുത്തു കാട്ടിയും ഓരോരുത്തരും വളരാൻ ശ്രമിക്കുന്ന കാലവും കാര്യവുമാണ് നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈശോയുടെ രീതി ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. ഇതൊരു പക്ഷേ ഒരു പ്രദേശത്തെ നേതാവാകാൻ ശ്രമിക്കുന്ന ആളുകൾ ഇങ്ങനെ പരസ്പരം മത്സരിക്കുമ്പോൾ ലോകം മുഴുവൻ്റെയും നേതാവും ലോകം മുഴുവൻ്റെയും രക്ഷകനുമാകാൻ വന്നയാൾ ഈശോയുടെ ആ വ്യക്തിത്വത്തിൻ്റെ രീതി, മനോഭാവം മറ്റൊന്നായിരുന്നു. അവനെക്കുറിച്ച് പറയുന്നു, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിക്കത്തുന്ന തിരി കെടുത്തുകയുമില്ല. അങ്ങനെയുള്ള ആ ഈശോയുടെ നാമത്തിലാണ് സ്വന്തം ആളുകൾ മാത്രമല്ല വിജാതീയർ പോലും, ഒരു അറിവും പരിചയവുമില്ലാത്ത മറ്റ് ആളുകൾ പോലും പ്രത്യാശ വയ്ക്കുന്നത്. ഞാങ്ങണ എന്ന വളരെ ദുർബലമായ ഒരു ചെടിയുടെ തണ്ട്, അതും ചതഞ്ഞിരിക്കുന്നത്, ഒരു ചെറിയ ബലപ്രയോഗം അതിൽ വന്നാൽ ഒടിയാവുന്ന രീതിയിലുള്ളതാണ്. എണ്ണ തീർന്ന് മങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരി, കാറ്റ് ഒരല്പം ശക്തമായി അതിലെ കടന്നു പോയാൽ അത് കെട്ടുപോകാവുന്നതാണ്. അത്തരം ദുർബലമായ കാര്യങ്ങളെ പോലും, ആ ഞാങ്ങണയെ പോലും ഒന്ന് ഒടിക്കാതെയും മങ്ങിക്കത്തി എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാവുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു തിരിയെ ഒന്ന് കെടുത്തുക പോലും ചെയ്യാതെയും അത്രയേറെ സൗമ്യമായി ശാന്തമായി കടന്നു വരുന്ന, എന്നാൽ ലോകം മുഴുവൻ കീഴടക്കാൻ വരുന്ന ഒരു ദൈവികതയുള്ള രാജാവ് എന്ന രീതിയിലാണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും സാധിക്കുന്ന നന്മ മാത്രം ചെയ്യാൻ ശ്രമിച്ച ഈശോയുടെ മനസ്സ് നമുക്കും ഉണ്ടാവണമെന്നാണ് ഈശോ ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് വളരാനും ഉയരാനും ഒന്നാമതാകാനും വേണ്ടി മറ്റുള്ളവരെ എങ്ങനെയും കുറ്റം പറഞ്ഞും ചവിട്ടി താഴ്ത്തിയും ഉയരാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചല്ല, സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിപൂർവമായ കൗശലത്തെക്കുറിച്ചല്ല, ആരെയും ഉപദ്രവിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറുകയും തൻ്റെ വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ ബലപ്പെടുത്തുക മാത്രം ചെയ്യുകയും ചെയ്ത ഒരാളാണ് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായി മാറിയതെന്ന് ഈശോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വേള അവൻ കുരിശിൽ മരിച്ചതായി കാണപ്പെട്ട് അവൻ മരിച്ചടക്കപ്പെട്ടതായി കാണുന്നെങ്കിലും
അതിൻ്റെ എത്രയോ 10 മടങ്ങ് ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് അവൻ വീണ്ടും ലോകം മുഴുവൻ്റെയും രാജാവായി മാറിയതാണ് ഈശോയുടെ ഉത്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. ഭൗതികമായ കീഴ്പ്പെടുത്തലുകളല്ല, ആത്മീയമായ ദൈവശക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്നും അത്തരം ചിന്തകളുള്ളവർ ആരെയും മോശമാക്കുകയോ അധിക്ഷേപിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാൻ ശ്രമിക്കില്ല എന്നും, മറിച്ച് മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ വലിയവനാകുന്നതെന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ എല്ലാ നിലകളിലുമുള്ള, എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാർക്ക് ഉണ്ടാവാൻ ദൈവം ഈ നാളുകളിൽ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കും ഈ വലിയ ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വളരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.